ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. അനിറ്റ മിസ് ആണ്. നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായ കുറേ ഭക്ഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. ഇഷ്ടമുള്ള ഫുഡ് മാത്രം കഴിക്കാനായിരിക്കും നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളത്. പക്ഷേ അത്തരത്തിലുള്ള ഫുഡ് മാത്രം കഴിക്കുന്നത് അത്ര നല്ലതാണോ? അല്ല അല്ലെ. നമുക്ക് ഒരു നേരമെങ്കിലും ഇങ്ങനെ ഫുഡൊന്നും കഴിക്കാതിരുന്നാല്, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമ്മുടെ വയറ്റിൽ വന്നില്ലെങ്കിൽ നമുക്ക് ക്ഷീണവും തളർച്ചയും ഒക്കെ തോന്നും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഫുഡ് കഴിക്കുന്നത് കൊണ്ടാണ് നമുക്ക് എല്ലാ പ്രവർത്തികൾക്കും വേണ്ട ഊർജവും, അതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ ഗ്രോത്തും, അതുപോലെ ടിഷ്യൂസ് കലകളുടെ ഒക്കെ നല്ല മെയിൻറ്റെയിൻസിനൊക്കെ സഹായിക്കുന്നത് ഈ പറയുന്ന ആഹാരങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ആഹാരം തന്നെ എല്ലാ സമയവും കഴിച്ചാലോ? അപ്പൊ എന്തായിരിക്കും അവസ്ഥ? നമുക്കറിയാം, എല്ലാ ഫുഡ് ഐറ്റംസിൽ നിന്നും വ്യത്യസ്ത തരത്തിലുള്ള പദാർത്ഥങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ വരുന്നതല്ലേ. അപ്പൊ ഇതുപോലെ നമ്മുടെ ശരീരത്തിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഗ്രോത്തിന് വേണ്ടിയും, അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളും വളരെ ആരോഗ്യത്തോടെ നടക്കുന്നതിനും വേണ്ടി നമ്മളെ സഹായിക്കുന്ന ആ ഒരു പദാർത്ഥങ്ങളെ നമ്മൾ മൊത്തത്തിൽ പറയുന്ന പേരാണ് ന്യൂട്രിയൻസ് അഥവാ പോഷക ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ന്യൂട്രിയൻസ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും, ന്യൂട്രിയൻസ് ആർ ദി സബ്സ്റ്റൻസസ് that are needed by our body for proper growth and healthy body function. ഓക്കെ, ശരിയായ വളർച്ചയ്ക്കും ആരോഗ്യമുള്ള നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്കും വേണ്ടി നമ്മുടെ ശരീരത്തെ സഹായിക്കുന്ന കുറച്ച് പദാർത്ഥങ്ങളാണ് ന്യൂട്രിയൻസ് അല്ലെങ്കിൽ പോഷക ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ മക്കൾ നോക്കിക്കേ, ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കാണുന്നുണ്ട്. ഈ ചിത്രങ്ങളിൽ മക്കൾ കാണുന്നത്? ആദ്യത്തെ ചിത്രം നോക്കിക്കേ. ആദ്യത്തെ ചിത്രത്തില് കുറച്ച് ധാന്യങ്ങളാണ് അല്ലെ. നമുക്കിപ്പം അരി ഉണ്ടാവും, ഗോതമ്പ് ഉണ്ടാവും, അങ്ങനെ കുറച്ച് ഐറ്റംസ് ആണ് മക്കൾ ഇവിടെ കാണുന്നത്. ഇനി അതേസമയം ഈ ഒരു ചിത്രം നോക്കിക്കേ. ഇവിടെ ചേമ്പ് മക്കൾക്ക് കാണാൻ സാധിക്കും. ഈ ചേമ്പ്, ചേന, കപ്പ, അതുപോലെ തന്നെ അത്തരം വിഭാഗത്തിൽപ്പെട്ട ഫുഡൊക്കെ കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ഐറ്റംസ് ആണ്. അപ്പം ഈ രണ്ട് ഐറ്റംസിലും അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ് ഏതാന്ന് ചോദിച്ചാൽ മക്കൾക്ക് ഉത്തരം എന്തായിരിക്കും? ഇതിൽ അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ് ആണ് മക്കളെ കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് അഥവാ ധാന്യകം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു ധാന്യകത്തിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് തന്നെ നോക്കാം. എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ധാന്യകം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അറിയാവോ? അല്ലെങ്കിൽ ഇവയിൽ അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട മൂലകങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാവോ? ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് മക്കൾ ചോദിക്കുവാണെങ്കിൽ മക്കൾ പറയണം, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം പ്രൊവൈഡ് ചെയ്യുക, എനർജി പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡ് നമ്മൾ കൂടുതൽ കഴിക്കുമ്പം നമ്മുടെ ശരീരത്തിൽ ഇത് പല രൂപത്തിലായിരിക്കും സംഭരിച്ചു വെച്ചിരിക്കുന്നത്. ഏതൊക്കെ രൂപത്തിലുണ്ടാവും? സ്റ്റാർച്ച്, അതായത് അന്നജം, ആ രൂപത്തിലുണ്ടാവും. അല്ലെങ്കിൽ പഞ്ചസാര, ഷുഗർ, അതിന്റെ രൂപത്തിലുണ്ടാവും. അതുപോലെ ഗ്ലൂക്കോസ്, സെല്ലുലോസ്, അങ്ങനെ ഇത്തരം രൂപങ്ങളിലായിരിക്കും ഈ ഒരു ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ് ഇങ്ങനെ സംഭരിച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ആനിമൽ സെല്ല്, പ്ലാന്റ് സെല്ലൊക്കെ പഠിച്ച സമയം പ്ലാന്റ് സെല്ലിന്റെ ഈ ഒരു സെൽ വോൾ, അതായത് നമ്മുടെ കോശഭിത്തിയിൽ കാണുന്ന ഒരു ഒരു ഐറ്റമാണ് നമ്മുടെ സെല്ലുലോസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്ലാന്റ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് സ്റ്റാർച്ച് അല്ലെങ്കിൽ അന്നജം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഈ ഒരു കാർബോഹൈഡ്രേറ്റിന്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ധാന്യങ്ങളിലും കിഴങ്ങ് വർഗത്തിലുമാണ് ഈ ഒരു കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഇവിടെ മക്കൾ നോക്കിക്കേ. ഇവിടെ കുറച്ച് ഫുഡ് ഐറ്റംസിന്റെ ചിത്രമുണ്ട്. ഇവിടെ എന്തൊക്കെയുണ്ട്? എഗ് ഉണ്ട്, ബനാനയുണ്ട്, അതുപോലെ തന്നെ ടാപ്പിയോക്ക, കപ്പയുണ്ട്, മിൽക്കുണ്ട്. ഇനി നിങ്ങൾക്ക് അരിഭക്ഷണം കിട്ടിയില്ല, അതായത് അരിയിലാണ് ധാന്യം, അതായത് നമ്മുടെ റൈസിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അരിഭക്ഷണം കിട്ടിയില്ല, പകരം നിങ്ങൾക്ക് ഇത്രയും ഐറ്റംസ് ആണ് തന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് ഐറ്റംസ് ആയിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുന്നത്? നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡ് കഴിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ 4 ഐറ്റംസിൽ ഏത് ഐറ്റത്തിലായിരിക്കും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയത്? ഒന്ന് നോക്കിക്കേ. നമ്മൾ നേരത്തെ പഠിച്ചു, ധാന്യങ്ങളിലും കിഴങ്ങ് വർഗത്തിലുമാണ് ഈ ഒരു ധാന്യകം കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ ഇതിൽ നോക്കിക്കേ, എഗ് എന്ന് പറഞ്ഞാൽ ധാന്യവും അല്ല, കിഴങ്ങ് വർഗവും അല്ല. ബനാന എന്ന് പറഞ്ഞാലും അല്ല,
പക്ഷെ കപ്പ എന്ന് പറഞ്ഞ എന്താണ്? അത് കിഴങ്ങ് വർഗത്തിൽപ്പെട്ടതാണ്, പാല് മിൽക്കും അല്ല. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കും. അരി ഇല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിൽ നിന്നും നമുക്ക് എന്താണ്? കപ്പ കഴിച്ചാല് കൂടുതലായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിൽ വരും. ശരിയല്ലേ? ഇനി നമുക്ക് അതിലൊരു പ്രധാനപ്പെട്ട രൂപം, അതായത് സ്റ്റാർച്ച് എങ്ങനെ ഡിറ്റക്ട് ചെയ്യാം എന്ന് നോക്കാം. അതെങ്ങനെ ഡിറ്റക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് അതിന്റെ ഒരു ഉത്തരവുണ്ട്. അയഡിൻ ടെസ്റ്റ് നടത്തിയാൽ മതി. എന്താണ് അയഡിൻ ടെസ്റ്റ് എന്ന് അറിയാവോ? ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം തന്നിട്ട് അതിനകത്ത് സ്റ്റാർച്ചിന്റെ അതിന്റെ ഒരു കണ്ടന്റ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു ഭക്ഷണ പദാർത്ഥത്തിലേക്ക് ഡൈല്യൂട്ട് ചെയ്ത അയഡിൻ സൊല്യൂഷൻ ഒന്ന് ആഡ് ചെയ്താൽ മതി. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയം നല്ല ഡീപ്പ് ബ്ലൂ കളർ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ഫുഡ് ഐറ്റത്തില് സ്റ്റാർച്ചിന്റെ കണ്ടന്റ് ഉണ്ട് എന്നാണ്. ഇപ്പൊ ഒരു പരീക്ഷണം ചെയ്തു നോക്കുവാണെങ്കിൽ കഞ്ഞിവെള്ളം എടുക്കാം. അങ്ങനെ കഞ്ഞിവെള്ളത്തില് സ്റ്റാർച്ചിന്റെ, അതായത് ആ ഒരു അന്നജം, അതിന്റെ കണ്ടന്റ് ഉണ്ടോ ഇല്ലയോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെയായിരിക്കും? എന്താണെങ്കിലും നമുക്കത് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ടെസ്റ്റ് ട്യൂബ് വേണം, പിന്നെ നമുക്ക് കഞ്ഞിവെള്ളം വേണം, പിന്നെ നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റം എന്താണ്? നല്ല ഡൈല്യൂട്ട് ചെയ്ത അയഡിൻ സൊല്യൂഷന് വേണം. എന്നിട്ട് ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ഈ പരീക്ഷണം ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ ടെസ്റ്റ് ട്യൂബില് കുറച്ച് കഞ്ഞിവെള്ളം എടുക്കുന്നു, എന്നിട്ട് അതിനകത്തേക്ക് ഈ ഒരു അയഡിൻ സൊല്യൂഷൻ ഒന്ന് ആഡ് ചെയ്യുന്നു. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നല്ല ഡീപ്പ് ആയിട്ടുള്ള ബ്ലൂ കളർ. ഓക്കെ, നല്ല കടും നീല കളറാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആ ഒരു കഞ്ഞിവെള്ളത്തിൽ സ്റ്റാർച്ചിന്റെ കണ്ടന്റ് ഉണ്ട് എന്നാണ്. കേട്ടോ? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഒരു കഞ്ഞിവെള്ളം മാത്രമല്ല, നല്ല ഈ ഒരു എന്താ പറയേണ്ടത്, ഈ ഉരുളക്കിഴങ്ങില്ലേ, ഉരുളക്കിഴങ്ങിൽ നിങ്ങൾ എന്താണ് ഇതുപോലെ ഒരു അയഡിൻ സൊല്യൂഷൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു അയഡിൻ ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അവിടെ നമുക്ക് നല്ല ഡീപ്പ് ബ്ലൂ കളർ കാണാൻ സാധിക്കും. എന്തുകൊണ്ടാ? ഈ ഒരു ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിഴങ്ങ് വർഗത്തിൽപ്പെട്ടതാണ്. അതിനകത്ത് എന്താണേലും കാർബോഹൈഡ്രേറ്റിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അപ്പൊ ശരിക്കും പറയുവാണെങ്കിൽ കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ഐറ്റത്തില് കാർബോഹൈഡ്രേറ്റ് കൂടുതലുണ്ട് എന്നൊരു നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടെസ്റ്റ് നടത്താതെ തന്നെ അതിനകത്ത് സ്റ്റാർച്ചിന്റെ കണ്ടന്റ് ഉണ്ട് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ ഗോതമ്പിലും ഇതുപോലെ കാർബോഹൈഡ്രേറ്റിന്റെ കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്കൊരു ബ്ലൂ കളർ കാണാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് മൊത്തം കാർബോഹൈഡ്രേറ്റിനെ പറ്റിയാണല്ലേ. പക്ഷെ അത് മാത്രമല്ല, ഇനിയും പ്രോട്ടീൻസ്, അതുപോലെ ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്, അങ്ങനെ കുറെ ന്യൂട്രിയൻസ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കുട്ടി കുട്ടി ക്ലാസ്സസ് ഒക്കെ ആയിട്ട് മിസ് ഇടയ്ക്കിടയ്ക്ക് വരാം. അപ്പൊ എല്ലാവരും ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല ആരോഗ്യമുള്ള മക്കളായിട്ടിരിക്കുക. നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.